ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എണ്ണ കത്തിരിക്കയാണ്. അത് തമിഴ്നാടിൻ്റെ തനതായ ഒരു റെസിപ്പിയാണ്. കത്തിരിക്ക കുളമ്പെന്നും അതിനെ പറയും. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എണ്ണ കത്തിരിക്ക ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഇതുപോലൊരു കടായി എടുക്കുക. അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ പ്രിപ്പറേഷന് നല്ലെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. അതാണ് അതിൻ്റെ കറക്റ്റ് രുചി കൊടുക്കുന്നത്. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ധാരാളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ സൈസിലുള്ള കത്തിരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 10 എടുത്തിട്ടുണ്ട്, ഏതാണ്ട് 250 ഗ്രാംസ്. ആ കത്തിരിക്ക നമ്മളിങ്ങനെ 4ആയി കീറി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു കറുത്ത കളർ വരും. അത് മാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച കത്തിരിക്കയാണിത്. ഒരു 10 ഉണ്ട്. ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് വലിയ കത്തിരിക്കയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് 10 കത്തിരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ കറി പ്രിപ്പയർ ചെയ്യാനായിട്ട്. കൂടുതൽ തീ പാടില്ല. കത്തിരിക്ക ഒരു 5 മിനിറ്റ് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ 100 ഗ്രാം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ധാരാളം വെളുത്തുള്ളിയും ഇതിന് വളരെ മസ്റ്റായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായി സോട്ട് ചെയ്യുക. അതും ഒരു 5 മിനിറ്റ് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് റെസിപ്പിയാണ് എണ്ണക്കത്തിരിക്ക. വെളുത്തുള്ളി ചെറുതായി സോട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല പുളിപ്പുള്ള പുളിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. പുളി കുറവാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് മുന്നേ കുറച്ച് ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വേവിക്കാം. നമുക്ക് നോക്കാം ഇത് പാകമായോന്ന്. ആ പാകത്തിന് പ്രിപ്പയറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാല എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. അത് അവരവരുടെ എരിവിൻ്റെ ഇതനുസരിച്ചാണ്. നോർമൽ ചില്ലിയാണ് ആഡ് ചെയ്യണമെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. പക്ഷെ ഞാൻ ഈ കറി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. സാമ്പാർ പൊടി, നമ്മൾ വീട്ടിൽ സാമ്പാറിന് വേണ്ടി പൊടിച്ച് വെച്ചിരിക്കുമല്ലോ, ആ പൊടി 1 ടീസ്പൂൺ ഇതുകൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം ഒരുമിച്ച് ചേരാൻ വേണ്ടി ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ തന്നെ ഒരു 1.5 ടീസ്പൂണോളം ശർക്കര പൊടിച്ചതുകൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അത് ഈ ടേസ്റ്റ് ഇതിൻ്റെ മസാല എല്ലാം ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അത് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ
നമുക്ക് അടച്ച് വേവിക്കാം. ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് 5 മിനിറ്റോളം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് കറി റെഡിയായോ നോക്കാം. നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എൻ്റെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നു. മസാലയൊക്കെ കണ്ടോ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ശരിക്കും ടേസ്റ്റിയാണിത്. എണ്ണ കത്തിരിക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് അത് ഓപ്ഷനിലാണ്, എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. ധാരാളം കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ കറിവേപ്പില ഒന്ന് ജസ്റ്റ് ചൂടാവാൻ വേണ്ടി. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാനിന്നുണ്ടാക്കിയ എണ്ണ കത്തിരിക്കയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഒരു റെസിപ്പിയാണ്. നല്ലെണ്ണയും വെളുത്തുള്ളിയും കത്തിരിക്കയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു നല്ലൊരു പ്രിപ്പറേഷനാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. സാമ്പാർ പൊടി ഓപ്ഷനിലാണ്, ചേർത്തു എന്ന് പറഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, കുറച്ചൊരു ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പ്രിപ്പറേഷൻ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.